back to our channel. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ് കിറ്റ്, സെൻസർ ക്ലീനിങ് കിറ്റ് അൺബോക്സ് ചെയ്യാനും എങ്ങനെയാണ് നമ്മൾ മാനുവലി സെൻസർ ക്ലീൻ ചെയ്യാമെന്നും നോക്കാൻ വേണ്ടിയത്. ഞാനിത് ആദ്യമായിട്ടാണ് ക്യാമറ വാങ്ങിച്ചതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ക്ലീൻ ചെയ്യാൻ അങ്ങനെ വരാൻ കാരണം ഈ സെൻസറിനകത്ത് ചെറിയൊരു ഇതോട് കണ്ടു, എന്താ പറയുക, ചെറിയ ബ്ലോവർ വെച്ചിട്ട് യൂസ് ചെയ്താലൊന്നും പോകാത്ത രീതിയിൽ 1-2 ഡോട്ട്സ് കണ്ടു. സോ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. അതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യാമെന്ന് അറിയില്ല. ഇതിന് BSGO എന്നാണ് ഈ ബ്രാൻഡിൻ്റെ നെയിം. കുറച്ച് നോക്കിയപ്പോൾ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു ബ്രാൻഡിനാണ്. പല ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. പിന്നെ ഞാൻ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്, അറൗണ്ട് 1900 പ്രൈസ് വന്നു. ഇത് ഫുൾ ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് അവർ തന്നെ APS-C സെൻസറിനുള്ളത് വേറെ ഉണ്ട്. ഇതിൻ്റെ സെൻസറിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇതിനകത്തുള്ള സ്ട്രാപ്പിന് വ്യത്യാസമുണ്ട്. സോ ഞാൻ കുറച്ച് കോസ്റ്റ്ലി വാങ്ങിച്ചു, വേറെ ഒന്നുമില്ല, നല്ല തന്നെ ആയിക്കോട്ടെ, ഈ സെൻസറല്ലേ, ക്യാമറയുടെ മെയിൻ ഇതല്ലേ, അപ്പോൾ അതിനൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ചാണ്. സോ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഓക്കെ, ഇതൊരു പ്ലാസ്റ്റിക് ഇതിനകത്ത് വന്നേക്കുന്നത്. വന്നേക്കുന്നത് ഇതിനകത്ത് സ്ട്രാപ്സ്. ഈ സ്ട്രാപ്സിൻ്റെ 12 സ്ട്രാപ്സ് ഉണ്ട്. ഒരു സെൻസർ ക്ലീനിങ് ലിക്വിഡ് ഉണ്ട്, ലെൻസ് ക്ലീനിങ് അല്ല, സെൻസർ ക്ലീനിങ് ലിക്വിഡ് ഉണ്ട്. സോ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഇത് ബ്ലോവർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഡ്രോപ്പ് ഓഫ് സെൻസർ ക്ലീനർ സ്വാബിനകത്ത് കൊടുത്ത് കീപ് ദ സ്വാബ് ഫോർ 10 seconds, ഒരു 10 സെക്കൻഡ് എയറിൽ അത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ക്യാമറയുടെ ഇമേജ് സെൻസറിൻ്റെ വൺ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫാമിലി ഡ്രാഗ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് നേരെ ഓപ്പോസിറ്റും ചെയ്യാം. അങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. നമുക്കിത് ചെയ്ത് നോക്കാം. സെൻസറിലാണ് കളിക്കുന്നത്. സോ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചിലപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം. നോക്കാം. ഓക്കെ, സോ നമുക്കൊരു സ്വാബ് എടുക്കാം. ലോഡിരിക്കട്ടെ. സോ അതിന് മുന്നേ എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറയ്ക്കകത്ത് ഇൻബിൽഡ് ആയിട്ടൊരു ക്ലീനിങ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്യാമറ ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്യാമറ ഓപ്പൺ ചെയ്ത് സെറ്റപ്പ് എന്ന് പറയുന്ന ഈ ഒരു സൂട്ട് കേസിൻ്റെ പോലത്തെ ഓപ്ഷൻ മെനു സൈഡിൽ പോയിട്ട് അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലുള്ള സെറ്റപ്പ് ഓപ്ഷൻസിനകത്ത് ആൻറ്റി ഡസ്റ്റ് ഫങ്ഷൻസിനകത്ത് സെൻസർ ക്ലീനിങ് ഒരു ഓപ്ഷൻ ഉണ്ട്. സോ പെർഫോം ഓട്ടോ ഇമേജ് സെൻസർ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അത്. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി സെൻസർ ഒന്ന് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്ത് അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഡസ്റ്റുകളെല്ലാം റിലീസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടൊരു മെക്കാനിസം. അപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു വൈബ്രേഷൻ്റെ സൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ടോ. ചെറുതായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്ത് എന്നിട്ട് ഇവിടെ ഇതിൻ്റെ ടേൺ ദ പവർ ഓഫ് ആഫ്റ്റർ ക്ലീനിങ് ദ ഇമേജ് സെൻസർ മാനുവലി. സോ ഇത് മാനുവലി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യേണ്ടത്. സോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ചെറിയ രീതിയിൽ ഇത്. സോ അതുകൊണ്ട് നമുക്കൊന്ന് ബ്ലോവർ വെച്ചിട്ട് ഒന്ന് ഫസ്റ്റ് കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്വാബ് ഒന്ന് പൊട്ടിക്കാം. സ്വാബ് എടുത്തിട്ടുണ്ട്. നല്ല കോസ്റ്റ്ലി ആയി സാധനം. ആക്ച്വലി ലെൻസ് ക്ലീനിങ് കിറ്റ് പോലെയല്ല, സെൻസർ ക്ലീനിങ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡാണ്. ഓക്കെ, ഇതിനൊരു ഡ്രോപ്പ് എടുക്കാനുണ്ട്. ഇത് എടുത്തതിന് ശേഷം ഒരു ഡ്രോപ്പ് നമ്മൾ ഇത് വെട്ടിക്കാം. ഓക്കെ, വെട്ടിച്ച് ഒരു 10 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് അടച്ചു വയ്ക്കാം. സെറ്റിലായിരുന്നു എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് വൺ സൈഡ് ഇങ്ങനെ ഇത് കറക്റ്റ് ഫിറ്റ് ആയതിനകത്ത് കണ്ടോ, കറക്റ്റ് ഫിറ്റാണ്. വെച്ച് വൺ സൈഡ് തുടച്ചെടുക്കുന്നു. അതേപോലെ ഓപ്പോസിറ്റ് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. സെൻസർ
ക്ലീനായിട്ടുണ്ട്. നിങ്ങൾക്കത് ഈ ക്യാമറയിലൂടെ കാണുമ്പോൾ അത്ര ഒരു ക്ലിയറിറ്റി ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഇതിന് യൂസ്ഫുൾ അല്ല, അതാണ് ഇതിനകത്തുള്ളൊരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ എനിക്കറിയില്ലായിരുന്നു ഇതിനകത്തൊരു ഓട്ടോമാറ്റിക്കലി ക്ലീനിങ് മെക്കാനിസം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. സോ ഓക്കെ, അത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തു. ഇനി ഇത് ഓഫ് ചെയ്താൽ ഇപ്പോൾ കാണിക്കും. അത് കഴിഞ്ഞ് ഓൺ ചെയ്യുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് ആയി. ഓക്കെ, ഇതാണ് ക്ലീനിങ് പ്രോസസ്സ്. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഇതിനകത്തൊരു മാനുവൽ ക്ലീനിങ് മോഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നില്ല. മാനുവൽ ക്ലീനിങ് മോഡ് എന്ന് പറയാം, പക്ഷേ ഇതിങ്ങനെ വൈബ്രേഷൻ ഒക്കെ വന്നാൽ ഡസ്റ്റ് എല്ലാം കളയും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇത് ഫസ്റ്റ് ഇതാണ്. നിങ്ങൾക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടായിരിക്കും, അറിയാത്തവർക്ക് ഇതൊരു പുതിയൊരു അറിവായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലത്തെ പുതിയ വീഡിയോയുമായി ഇനിയും വരാം. ചാനൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാനലാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. വളരെ മിനിമം ആയിട്ടുള്ളൊരു എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അത് മൊബൈൽ വെച്ചായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. വൺസ് നമ്മുടെ ചാനലെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മളിതെല്ലാം അതായത് നല്ല രീതിയിലുള്ളൊരു സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ദെൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ചാനലുകളും യൂട്യൂബ് ചാനലും കാര്യങ്ങളെല്ലാം കൊടുക്കാം. സോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.